ക്ഷീരവാണി. ക്ഷീരകർഷകർക്കായി റേഡിയോ മാറ്റൊലി അവതരിപ്പിക്കുന്ന പരിപാടി. ക്ഷീരവാണിയിലേക്ക് പ്രിയ കർഷക ശ്രോതാക്കൾക്ക് സ്വാഗതം. ക്ഷീരവാണിയിൽ ഇന്ന് മണൽവയൽ സ്വദേശിയും ക്ഷീരകർഷകനുമായ സുധാകരനുമായി സിന്ധു ജസ്റ്റിൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം. എൻ്റെ പേര് സുധാകരൻ. ഭാര്യ 2 കുട്ടികൾ. മോൻ ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ പരിപാടിയാണ് ഇട്ടുകൊണ്ട്, മോള് BEd കഴിഞ്ഞിട്ട് PG പഠിക്കുന്നു. ഭാര്യയാണ് എന്നെ പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ഭാര്യ ഫുൾ ടൈം വർക്കറാണ്. രാവിലെ 4:30 കൂടി എണീക്കുന്നു. 4 പശുക്കളും 2 കിടാക്കളും. രാവിലെ എണീക്കുന്നു, രാത്രി വരെ പണിയുന്നു. ദിനചര്യ ഒന്ന് പറയാമോ? രാവിലെ ഏകദേശം ഞാൻ ഭാര്യ 4:30 എണീക്കുന്നു, ഞാനൊരു 5:30 കൂടി എണീക്കുന്നു. 5:30 എണീറ്റ് കഴിഞ്ഞാൽ നേരെ തൊഴുത്തിലേക്ക് പോകുന്നു. തൊഴുത്തിൽ പോകുന്നു, പശുക്കളെ കറക്കുന്നു, പാൽ കൊണ്ട് കൊടുക്കുന്നു. ഭാര്യയെ സഹായിക്കും പാൽ കൊണ്ടാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്ത് തന്നെയാണ്, ഭാര്യയെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ പുല്ലുവെട്ട്, പിന്നെ കന്നാലിക്ക് വെള്ളം കൊടുക്കുന്നു, പുല്ലുവെട്ട്, പിന്നെയും വെള്ളം കൊടുക്കുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞ് 2 നേരമായിട്ട് ഞങ്ങൾ 2 പേര് പ്രായമായല്ലോ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് പോയി പുല്ലൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്കുള്ള ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലിൻ്റെ ഗുണനിലവാരം സൊസൈറ്റിയിലാണ് നമ്മൾ പാലളക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഗുണനിലവാരം അവരളക്കും. പക്ഷെ നമുക്ക് തരുന്ന കാലിത്തീറ്റയുടെയോ പിണ്ണാക്കിൻ്റെയോ ചോളപ്പൊടിയുടെയോ ഇതിനൊന്നും യാതൊരു ഗുണനിലവാരവും ഇല്ല, പരിശോധനയുമില്ല. പാലിന് ഗുണനിലവാരം കുറഞ്ഞ വില കുറയ്ക്കും, പക്ഷേ ഇവർ തരുന്ന തീറ്റകൾക്കൊന്നും വില കുറഞ്ഞാൽ നമുക്ക് യാതൊരു ആനുകൂല്യങ്ങളും. ഏതൊക്കെയിനം പശുക്കളല്ല? നമ്മൾ സാധാരണ നമ്മുടെ അച്ഛൻ്റെ കാലത്തോട്ടുള്ള പശുക്കളൊക്കെ സങ്കരയിനം ബീജങ്ങൾ കുത്തിവെച്ച് അല്ല മേടിച്ചിട്ടില്ല, അതുകൾ തന്നെ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന നാടൻ പശുക്കളാണ്. അതുങ്ങളെ കുത്തിവെച്ച് HF അല്ല, ഇപ്പോൾ ഉള്ളത് ഒരു HF ഉണ്ട്, ഗീർ ഇനത്തിൽപ്പെട്ടുണ്ട്, പിന്നെ ഈ സഹ്യവാൾ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട് അങ്ങനെയുള്ള പശുക്കൾ പാരമ്പര്യമായിട്ട്. അതെ, അച്ഛൻ്റെ കാലത്തോട്ട് പശു ഉണ്ടായിരുന്നു. അന്ന് അഴിച്ചു വിട്ട് നില വളർക്കുന്നു. ഇപ്പം നമ്മളെപ്പോൾ അതിനെ കൂട്ടി നിർത്തുന്നു. പിന്നെ ഷെയർ ചെയ്ത് വന്നപ്പോൾ ഭൂമി കുറവാണല്ലോ. അന്ന് എങ്ങനെയായിരുന്നു? ഇങ്ങനെ മേയാൻ വിടുമോ? മേയം അച്ഛൻ അഴിച്ച് മേയം വിടും, എല്ലാം കൊണ്ട് കെട്ടും, പറമ്പിൽ കൂടെ കെട്ടും. അന്ന് മൊത്തത്തിലാകുമ്പോൾ ഒരു 5-6 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. പശുക്കളെല്ലാം അവിടെ കൊണ്ട് കെട്ടും. വൈകുന്നേരം ഉച്ചയാകുമ്പോൾ കഴിച്ചുകൊണ്ട് വരും. അന്ന് പച്ചവെള്ളം കൊടുക്കുന്നുള്ളൂ. പിണ്ണാക്ക് കാലത്തിയിട്ട് അങ്ങനെയുള്ള പരിപാടികളിൽ പച്ചവെള്ളം കൊടുക്കുന്നു, വീട്ടിലെ കാര്യം കൊടുക്കുന്നു, 2 നേരം കിടക്കുന്നു. അന്ന് കുപ്പിയിലാണ് പാല് നമ്മൾ കടകളിൽ കൊടുക്കുന്നത്. ഇപ്പം ലിറ്ററിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര പരിഗണന എടുക്കുന്നത്. അതാണ്. എത്ര ലിറ്റർ പാൽ അടക്കുന്നുണ്ട്? ഇപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് നമുക്ക് 60 ലിറ്റർ മുകളിൽ അളക്കാൻ കഴിയുന്നുണ്ട്. 60 ലിറ്റർ പാലിന് മുകളിൽ അളക്കാം 4 പശുക്കളിൽ നിന്ന്. നമുക്ക് ഗുണനിലവാരമുള്ള പാലിന് തവണ സൊസൈറ്റി നമുക്ക് അവാർഡൊക്കെ തന്നിരുന്നു. പക്ഷേ എന്താ, നമ്മുടെ ഈ കാലിത്തീറ്റ ഇതല്ലേ, ഈ 45 ദിവസം കൊണ്ട് പിണ്ണാക്കിന് 1 കിലോ കുടിച്ച് 17 രൂപയാണ്. 40 രൂപയായിരുന്നു പിണ്ണാക്കിന്. 45 ദിവസം കൊണ്ട് 17 രൂപ കൂടി. ഇപ്പം 57 രൂപയാണ് 1 കിലോ പിണ്ണാക്കിന്. ഇപ്പം നമുക്ക് അന്ന് കിട്ടുന്ന ആദ്യകാലങ്ങളിൽ ഈ പിണ്ണാക്കിന് ഏകദേശം ഒരു 45 രൂപ ഉണ്ടായിരുന്നു ഇപ്പോൾ കിട്ടുന്ന വില. ഇപ്പം നമുക്ക് ഈ 57 ആയപ്പോഴും പാലിന് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ പോരായ്മകൾ തന്നെ പറഞ്ഞാൽ പോരില്ല. നമുക്ക് തന്നെ ഒരു ഈ പശു വളർത്തുന്നവർക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. വലിയ ബാധ്യതയുള്ള കടങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആർഭാടമായിട്ട് ജീവിക്കുന്നില്ല. ഒന്നാമത് നമ്മൾ ലളിതമായിട്ടുള്ള ജീവിതമാണ്. ഒരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യകാലങ്ങളിൽ ഒരു 2 വർഷം നമ്മൾ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പാലുള്ളത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാമുകളൊക്കെ എത്തിയിട്ടില്ല. അന്ന് ഫാമുകൾ സാധാരണ ചെറിയ പാൽ അളക്കുന്ന ഏകദേശം അന്ന് ഒരു ശരാശരി നമ്മൾ ഒരു ദിവസം അളക്കുന്ന പാല് 33 ലിറ്റർ ആയിരുന്നു. അന്നേരം നമുക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന ക്ഷീരകർഷകന്. പക്ഷേ അതിൽ നമ്മൾ പാൽ കുടിപ്പോൾ ഫാമുകാർ അങ്ങനെയുള്ളവരൊക്കെ കീഴടക്കി. അപ്പോൾ സാധാരണക്കാരനോ അവർ ബംഗാളിനെയും മറ്റുള്ളവരെ വെച്ച് ആ മേഖല കീഴടക്കി. അപ്പോഴും നമ്മൾ പിന്നെ പതുക്കെ ഇങ്ങനെ പുറകെ ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ ഒഴുകുന്ന ചെറുതായിട്ട് അങ്ങനെ ഒഴുകി പോകുന്നു. ജീവിത ചെലവുകളൊക്കെ ഇതും കൊണ്ട് നടക്കുന്നുണ്ടോ? അങ്ങോട്ട് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ദുശീലങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ചിലവുകൾ വളരെ കുറവാണ്. പിന്നെ പുള്ളിയുടെ വെറുതെ ഉള്ള കറക്കങ്ങളല്ല, ടൂർ പോകാൻ അങ്ങനെയുള്ള പരിപാടികൾക്ക് ഒന്നും ഒരു ദിവസമല്ല. ഭാര്യയായിട്ട് എന്തെങ്കിലുമൊക്കെ ടി വിയിൽ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ റേഡിയോ വെക്കുന്നു, അത് കേൾക്കുന്നു, അവർ സന്തോഷത്തോടെ പോകുന്നു. പിന്നെ ഭാര്യ വളരെ ശാന്ത സ്വഭാവമാണ്. നമ്മളായിട്ട് വളരെ. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെ? പക്ഷേ ഫുൾ ടൈം നമ്മൾ ഈ കറവ കാര്യങ്ങളുള്ളിൽ നിന്ന് നമ്മുടെ കൈകൾക്കൊക്കെ അത്ര ബലമില്ലാത്ത കാരണം കറവയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ കഴുകും. നമ്മൾ ഒരു ഭാഗത്തിരുന്ന് കറങ്ങുമെങ്കിലും അദ്ദേഹമാണ് ഒരു 80% കറക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഒരു പണക്കുമില്ല, സന്തോഷത്തോടെ പോകും. കൈ കൊണ്ടാണോ കറക്കുക? കൈ കൊണ്ട്. യന്ത്രവൽക്കരണം ഒന്നുമില്ല, പുല്ലുമെല്ലാം മെഷീനൊന്നുമില്ല, എല്ലാം അരിവാള കൊണ്ട് വെട്ടിയെടുക്കുന്നു. അതിന് ഭാര്യ കൂടുതൽ ശ്രദ്ധിക്കും. എന്നൊരു ചാണകത്തിൽ കിടത്താണ്ടും ഇതുങ്ങൾ നന്നായിട്ട് പരിപാലിക്കും. കുളിപ്പിക്കേണ്ട കാര്യത്തിൽ അതിലെല്ലാം ഒരു കൃത്യതയോടെ ചെയ്യും. പിന്നെ ഇപ്പോൾ വരുന്ന നമുക്ക് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാൻ താമസിക്കുന്ന ഈ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഈ ചർമ്മമഴ, പിന്നെ ഉണ്ടാകുന്ന ഈ വയറിളക്കം, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ്. അത് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്ന് ഈച്ച പരത്തുന്ന വൈറസ് പരത്തുന്ന കാരണം പടർന്നു പിടിക്കും. എന്നാൽ ഈ പശു വളർത്തുന്നതുകൊണ്ട് നമുക്ക്
നഷ്ടമില്ലാണ്ട് ജീവിച്ചു പോകും. പുല്ലുണ്ടോ? പുല്ല് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ വയലുണ്ട്, നമുക്ക് ഏകദേശം 50 സെൻറ്റോളം വയലുണ്ട്. ആ വയലിൽ ഈ പ്രകൃതിയാലുള്ള പുല്ലുകളില്ലേ, അതിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഈ പശുക്കൾ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വെള്ളങ്ങൾ ഒരു വലിയ കുഴിയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു മോട്ടർ മേടിച്ചിട്ട് അതിൽ നിന്ന് വയലിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് വിടും. അപ്പോൾ ഒരു 40 ദിവസത്തിനും ആ പുല്ലുകളാകും. വൈക്കോലിൻ്റെ പരിപാടികളില്ല. ആ സാധാ പുല്ല്, വയലിലുള്ള പുല്ല് തന്നെ. എന്താണെന്ന് പറയുക, അതിനെ കറുക, മറ്റേ യാനവാരി എന്നൊക്കെയാണ് നാടൻ പേരുകൾ. മറ്റ് വാഴകൾ ചുറ്റുവട്ടത്തുള്ള ഈ നാടൻ വാഴകളിൽ നമ്മുടെ ഞാലിപ്പൂവൻ പാളയം ആ വാഴകളുടെ തട, പിന്നെ 3 മാസം ചക്ക 3 മാസം, പിന്നെ പാളയില്ലേ, പാള. വൈക്കോലില്ല, വൈക്കോലിൻ്റെ പരിപാടിയില്ല. വേറെ കൃഷി എന്തെങ്കിലും ഉണ്ടോ? വേറെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ ചെയ്ത് വെച്ചിരുന്ന കുറേ കാപ്പികളൊക്കെ ഉണ്ട്. അതിങ്ങനെ വട്ടമാലിക്കാണ്, വലിയ കാര്യമായിട്ട് അതിനെ ശ്രദ്ധിക്കാറില്ല. നെൽകൃഷി ചെയ്തുകൊണ്ടിട്ടാണ്, 2 കൃഷി ചെയ്തുകൊണ്ടിട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അരക്കപ്പം താഴും ഇറങ്ങേണ്ട. പിന്നെ കാട്ടുപന്നിയും ഈ മയിൽ വന്നിട്ട് ഈ കത്തിരാവുന്ന സമയത്ത് ഇത് കണ്ടമാനം ഇത് പറന്നിറങ്ങുമ്പോൾ ഈ കുര വയൽ ചെളി വലിയ ലൂസായിരുന്നു. ഇത് പറന്നിറക്കുന്നതോടുകൂടി നെല്ല് അതിനകത്തേക്ക് താന്നു. അങ്ങനെയായിരുന്നു നിർത്തിയത്. പിന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഈ പ്രായവരെല്ലാം കളച്ച പണിയാണ്. യന്ത്രങ്ങളൊന്നും ഇറങ്ങില്ല. പൂട്ടാനോ കാളമുണ്ടോ ട്രാക്ടറുണ്ടോ ഒന്നും പൂട്ടിൽ നടക്കില്ല. എല്ലാം കളച്ച പണിയാനായിരുന്നു. അത് ഏകദേശം 2.5 ഏക്കർ വയലുള്ളൂ എല്ലാവർക്കും കൂടെ കൂട്ടിയിട്ട്. അതങ്ങനെയായ കാരണം യന്ത്രങ്ങൾ ഇറങ്ങില്ലാത്ത കാരണം കൃഷി നിന്നുപോയി. പിന്നെ ഈ ക്ഷീര കർഷകരെന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മുടെ ഇപ്പോൾ ഭാര്യയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിൽ പോകാൻ പറ്റില്ല. എന്നാൽ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ പണിയണം. അപ്പോൾ തൊഴിലുറപ്പിൽ പോകാൻ പറ്റില്ല. അപ്പോൾ തൊഴിലുറപ്പിൽ 2 പശുക്കളുള്ളവരൊക്കെ ഒന്ന് സർക്കാർ ഒന്ന് പെടുത്തുവാണെങ്കിൽ നമുക്ക് വലിയൊരു വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽത്തീറ്റയൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കടന്നു പോകും. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഇത്തവണ ഇപ്പോൾ നമുക്ക് പറയാൻ പാടാം. ഈ പന്നി ഇങ്ങനെ കുത്തുന്ന കാരണം ഫെൻസിങ്ങിനുള്ള സഹായങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. പാലിന് വിലയൊക്കെ കിട്ടുന്നുണ്ടോ? എന്നാൽ കുഴപ്പമില്ല. നമ്മൾ ലളിതമായിട്ട് ജീവിക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ അധ്വാനഭാരം കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഈ യാത്രകൾ, മരണാനന്തര ചടങ്ങുകൾ, കല്യാണം, ഇങ്ങനെയുള്ള കുറച്ച് നിശ്ചിത സമയങ്ങൾ. പിന്നെ ഞാൻ ഈ വാഹനങ്ങളൊന്നും ഓടിക്കില്ലാത്ത കാരണം എപ്പോഴും ഒരു വാഹനത്തെ ആശ്രയിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടമാനം ദൂരത്തിലേക്കൊന്നും പോകാറില്ല. നമുക്കെന്നാൽ ഭാര്യയും കുടുംബമായിട്ട് ഒന്നിച്ച് രാവിലെ മുതൽ രാത്രി വരെ അവരൊന്നിച്ച് പ്രവർത്തിച്ച് ഒന്നിച്ച് സന്തോഷത്തോടുകൂടി പിന്നെ നല്ല ഉറക്കം കിട്ടും. കാരണം നമ്മൾ പകൽ മുഴുവൻ അധ്വാനിക്കില്ലേ, ഒരു 7-8 മണിയാകുമ്പോഴത്തേനും രാവിലെ എണീക്കണം, നല്ല ഉറക്കം കിട്ടും. പിന്നെ മറ്റുള്ളവരെ പറ്റി, നമ്മുടെ അയൽവാസികളെ പറ്റി, മോശപ്പെട്ട ആരെ പറ്റി ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ. എല്ലാവരെ പറ്റി നല്ല ചിന്തിക്കാം. നല്ല അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ജീവിതം. എത്ര വരെ പഠിച്ചിട്ടുണ്ട് ചേട്ടാ? പക്ഷേ ഞാൻ പണ്ടത്തെ 210 നമ്മളെ SLC 210 ആയിരുന്നു. അത് കഴിഞ്ഞ് പഴശ്ശിരാജ കോളേജിൽ പോയി 2 വർഷം പിന്നെ വീട്ടിലിങ്ങനെ ലോക്കൽ പണിക്കൊക്കെ എടുത്ത് നടന്നു. അത് കഴിഞ്ഞപ്പോൾ പഴശ്ശിരാജ കോളേജ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ 1981 കാലഘട്ടത്തിൽ പഴശ്ശിരാജ കോളേജിൽ ഇപ്പോൾ അവിടെ വിദ്യാർത്ഥികളില്ലല്ലോ. അപ്പോൾ പിന്നെയും നമ്മൾ 210 കോളേജിൽ പോയി 2 വർഷം. അന്ന് PDC. അപ്പോൾ 1983 പുൽപ്പള്ളി വെടിവെപ്പ് ഉണ്ടാകുന്നു. ഫസ്റ്റ് ബാച്ച് നമ്മളാണ്. അവിടെ ഓവർഷാട്ടിലായിരുന്നു കോളേജ്. വെടിവെപ്പ് ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് കോളേജിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ല. വെറുതെ കോളേജിൽ 2 വർഷം പോയി എന്നല്ലാണ്ട് ഇല്ല. അന്ന് എന്നോട് ഈ പണിയെടുക്കുക, എന്തെങ്കിലും കൂലിപ്പണിക്ക് എന്തെങ്കിലും പോയി പൈസ കിട്ടുക. പിന്നെ അന്ന് തിയേറ്ററുള്ള സമയമല്ലോ, 2 സിനിമയെങ്കിലും ആഴ്ചയൊക്കെയാണ്. അതൊക്കെയായിരുന്നു ഈ സിനിമ. കൂലിപ്പണിക്ക് പോകുമായിരുന്നു. അന്നൊക്കെ എത്രയായിരുന്നു കൂലി? നമുക്ക് 7 രൂപ കിട്ടും. 7 രൂപ. 7 രൂപയും കൊണ്ട് എന്തൊക്കെ മേടിക്കാം? അല്ല, അതില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ 36 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അതുവരെ ഒരു പൈസ നമ്മൾ എടുക്കില്ല. എല്ലാം അമ്മ, അന്ന് വലിയ വീടല്ലോ, അമ്മയുടെ കൊടുക്കും. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ അപ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു, എടാ നീ ഇങ്ങനെ വീട്ടിലേക്ക് ഇരുന്ന് കൊടുത്തിട്ട് ഒന്നും കളിച്ചു. പക്ഷേ എനിക്കൊരു ചെറിയ ഓട് മഞ്ഞ് വീട് മച്ചപ്പച്ചക്കേട്ട് ഒരു വീട് അനിയനാണ് കൊടുക്കുന്നത് നോക്കിയിട്ടിരുന്നത്. അനിയൻ ആദ്യം കല്യാണം കഴിച്ചിരുന്നു. ഞാൻ വേണ്ടാന്നുള്ളത് മനസ്സിലായിരുന്നു. അപ്പോൾ എനിക്കൊരു വീട് വെച്ച് തന്നു, കല്യാണം കഴിപ്പിച്ചിരുന്നു. ഇതിലൊന്നും എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മുടെ ഒരു വരുമാനമില്ല. നമ്മളെല്ലാം വീട്ടിലെ കാലം മുടക്കുന്നത്. എനിക്ക് അമ്മ അന്ന് അച്ഛനമ്മയുള്ള കാലമാണ്. ഒരു വീടൊക്കെ വെച്ചിരുന്നു, മക്കളെ സന്തോഷത്തോടെ അതൊക്കെ അവർ ചെയ്തിരുന്നു. ക്ഷീരകർഷകനിൽ ചേട്ടന് അഭിമാനമുണ്ടോ? എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമുക്കെന്ത് വേണ്ടത് പരിഗണന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചില കാര്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്ന ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് സഹായം ചെയ്തു കൊടുക്കും. നമ്മൾ മറ്റൊരു കൃഷിക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുന്നില്ല. ഇതെന്നുണ്ടാവുന്നു. അതുപോലെ ഈ കൃഷിഭവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അവിടെ നിന്നൊക്കെ അവിടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളല്ലാണ്ട് നമുക്ക് വീടുകളിൽ വന്നോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്നോ യാതൊരു നിർദ്ദേശങ്ങൾ ഈ സാധാരണക്കാരന് അവിടെ പോയിട്ട് ഈ പശു വളർത്തുന്ന മേഖലയിൽ നിന്നൊക്കെ അവിടെ പോയിട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പരിഗണന കിട്ടിയാൽ വേഗം പോകൽ നടക്കുള്ളൂ. അത് ഒരിക്കലും കിട്ടുന്നില്ല. ഈ ചാണകമൊക്കെ എന്താ ചെയ്യുന്നത്? വിൽക്കുമോ? ചാണകം മുഴുവൻ ഈ വയലിലേക്ക് ഇങ്ങനെ അടിച്ചു വിടുമല്ലോ. ചാണകം വെള്ളമായിട്ടാണല്ലോ. ഈ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഉണ്ട്, അതിനകത്ത്. ഇപ്പൊ ഈ റേഡിയോ കേൾക്കുന്നവർ ക്ഷീര കർഷകനാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ക്ഷീരകരോട് ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് എന്നൊരു പാരമ്പര്യമായിട്ട് നമുക്കൊരു ശീലങ്ങൾ വേണം. അല്ല ഇതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ
നഷ്ടമെന്ന് പറയുമ്പോൾ ഇതിനെ പരിപാലിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂടി വരുന്നു. പിന്നെ അതിൽ അത്ര പരിചയമുള്ളവരല്ലാതെ ഇതിനകത്ത് ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ വളരെ സാധ്യത കുറവാണ്. നമ്മൾ ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ക്ലാസ്സിൽ 4-5 ക്ലാസ്സുകളൊക്കെ പോയിട്ട് നമ്മൾ പശുവളക്കലിൽ ആദ്യമായിട്ട് ഇറങ്ങിയാൽ പരാജയപ്പെടാൻ സാധ്യത കൂടുതൽ. ഇതിന് കൊണ്ടാവുന്ന അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ബംഗാളിയെ വലിയ പണം മുടക്കിയിട്ട് വലിയ തോതിലൊക്കെ വരുന്നവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ പറ്റും. സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ ഈ അധ്വാനം അവന് എവിടെയും പോകാൻ സ്വാതന്ത്ര്യമില്ല അതൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പാമ്പുകളിൽ നിന്നൊക്കെ ചെറിയ 4-5 പശുക്കളൊക്കെ തുടങ്ങിയവരൊക്കെ നിർത്തിപ്പോയി. എന്ന് പറഞ്ഞാൽ പിന്നെ മക്കൾക്ക് ചെറിയ ജോലിയായി കഴിയുമ്പോൾ ഇതൊരു മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ പശുമേഖല തീരെ മോശം ഒരു പണിയാണല്ലോ എന്നാണ് ജനങ്ങളുടെ ധാരണ. അങ്ങനെ ഉപേക്ഷിച്ച് പോകണം. ചേട്ടൻ അങ്ങനെ തോന്നലുണ്ടോ? എനിക്കില്ല. ഞാനിപ്പോൾ ചാണാൻ പറ്റിയാലും സാധനമായാലും ഞാൻ ഇപ്പോൾ ഒരു സാറ് വന്നാലും ഞാൻ ആ വേഷത്തോടുകൂടി ഞാൻ അവരുടെ അടുത്ത് ചെല്ലാനോ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുകൾ എന്നൊരു നമ്മുടെ വേഷം മാറാണ്ട് അവരുടെ മുമ്പിൽ പോകുക അങ്ങനെയാണ്. നമ്മളതല്ല. നമ്മൾ മോഷണം കട്ടം മുട്ടിച്ചല്ലോ, നമ്മൾ അധ്വാനിച്ചല്ലോ. അപ്പോൾ ആരുടെ മുമ്പിലാണ് നമ്മൾ ആ വേഷത്തോടു കൂടി തന്നെ ചെല്ലാനും നമ്മൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. സന്തോഷമായി പോകുന്നു. പിന്നെ നമ്മൾ എപ്പോഴും പറയാം നമ്മുടെ ഭാര്യയുടെ നമ്മുടെ സ്ത്രീകളുടെ മെച്ചം കൊണ്ടാട്ടോ ഈ സന്തോഷം. ഭാര്യയുടെ മെച്ചം കൊണ്ടാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത്. അതാണ് പിണക്കങ്ങളില്ലല്ലോ ഒരിക്കലും. എന്താവശ്യപ്പെട്ടത് അന്നേരം നമ്മുടെ കാര്യങ്ങൾ തൊട്ടറിഞ്ഞ് ഈ പശു വളർക്കണക്കാലും നമ്മൾ തൊട്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തരും. ഇപ്പോൾ പശുക്കളെല്ലാം ഇപ്പോൾ പൈസ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു വിഷമമില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഈ കറവല്ലേ അന്നേരം നമുക്ക് വിഷമമില്ല. നമ്മൾ കുടുംബശ്രീ നല്ല ലോൺ എടുത്ത് കൃത്യമായിട്ട് അടയ്ക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല, ഒന്നുമില്ല. കടങ്ങളൊന്നും നല്ല രീതിയിൽ നമുക്ക് ഏകദേശം എന്താ പറയുക, ഇവിടെ നമുക്ക് മെറിറ്റ് കിട്ടിയത് നമ്മുടെ ചക്കിട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു B.Ed. അവിടെ ചെന്ന് പഠിക്കണമെങ്കിൽ ഇവിടുന്ന് അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം. പിന്നെ പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ 9,000 രൂപ വേണമായിരുന്നു. പിന്നെ ഫീ എല്ലായിടത്തും കണക്ക് തന്നെയാണ് 45,000 രൂപ ഒരു വർഷം. അപ്പോൾ എന്താക്കി നമ്മളിവിടെ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അതൊക്കെ കൊടുക്കാൻ പറ്റി. നമ്മൾ ഈ പശു വളർത്തുന്ന ഈ മാനവ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സീറ്റ് മേടിച്ച് അവിടെ പോയിട്ട് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, മാഡം പറഞ്ഞു, നിങ്ങൾ പശുവൊക്കെ അല്ലേ ചേട്ടാ മേഖല ഇവിടെ വന്ന് പഠിക്കണേ മോളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് പശുവിൽ നിന്ന് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല ചിലവുണ്ട്. ക്ഷീരവാണിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മണൽവയൽ സ്വദേശിയും ക്ഷീരകർഷകനുമായ സുധാകരനുമായി സിന്ധു ജസ്റ്റിൻ നടത്തിയ അഭിമുഖമായിരുന്നു. ക്ഷീരവാണി ക്ഷീരകർഷകർക്കായി റേഡിയോ മാറ്റൊലി അവതരിപ്പിക്കുന്ന പരിപാടി.